അപ്പോൾ സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്ത് വ്ളോഗ്. ഞാനിന്നിവിടെ ജംഗ്ഷനിലാണ്. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ സംഭവം കണ്ടാണ്. മലബാർ ഹോട്ട് ആൻഡ് ചിപ്സിൻ്റെ ബേക്കറിയാണ്. അപ്പോൾ ഇവിടെ ലൈവ് ചിപ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസുകളൊന്നും കാണാൻ അതിനകത്തൊന്ന് സന്ദർശിക്കാൻ നോക്കാം. എന്താ പാടുന്നുള്ള അറിയാലോ. അപ്പോൾ ചിപ്സ് ഇവിടെ അങ്ങനെ വറുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ സംഭവം വരുന്നത് ഇവിടെ ചമ്മടെ ജംഗ്ഷനിൽ നെരിപ്പറമ്പ് റൂട്ടിലാണ്. മലബാർ ഹോട്ട് ആൻഡ് ചിപ്സ് എന്നുള്ള സംഭവമാണ്. ഇവർക്ക് 4 സ്ഥാപനം വേറെ ഉണ്ട്. വെളിയങ്കോട് അങ്ങനെയുള്ള കുറേ 2-3 സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. മൊത്തം 4 സ്ഥാപനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെരിപ്പറമ്പിൽ നിന്ന് വരുന്നവർ ലെഫ്റ്റ് സൈഡ്, അല്ല ജംഗ്ഷനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് റൈറ്റ് സൈഡാണ് സംഭവം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഹോട്ട് ആൻഡ് ചിപ്സ് അന്നേരം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ നിങ്ങളെ കാണിക്കണമല്ലേ. എന്താ ജലീലിക്കത് ഇത് മേടിക്കാൻ വന്നിരിക്കുന്നിട്ടാ. അപ്പോൾ ജലീലിക്കത് എന്തൊക്കെ ഒന്ന് മേടിച്ചോളിട്ടാ ഹോട്ട് ആൻഡ് ചിപ്സൊക്കെ. അപ്പോൾ നമുക്ക് ചൂട്ടോടക്കൻ ചിപ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവരും ഗൾഫിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരിക, ഇവിടെ സന്ദർശിക്കുക, വാങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തിരക്കില്ല, പാർക്കിങ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഓക്കെ, ഇനി അകത്തെ കാര്യങ്ങൾ നോക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മളെ മുതലാളി ഇവിടെ പറയുന്നുണ്ട്, ഓണർ പറയുന്നുണ്ട്, എണ്ണ ഒരു പ്രാവശ്യം എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുള്ളൂ. അതാ വല്ലാതെ കരിനീല എണ്ണ ആയിട്ടൊന്നും ഞങ്ങൾ ഇവിടെ വറക്കാൻ നിൽക്കില്ല. ഫ്രഷ് പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ ഒഴിവാക്കുന്ന എണ്ണ, അല്ലാണ്ട് വറുത്തയ്മ വറുത്തണ പരിപാടിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ മുതലാളി പറയുന്നത്. അപ്പോൾ വേറെ സ്ഥാപനങ്ങളില്ല അല്ലേ? എവിടെയൊക്കെ ഉണ്ട് സ്ഥാപനം? ഇനി എവിടെയാണ്? വെളിയങ്കോട്, തവനൂർ, പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ എരമംഗലം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഭാഗത്തുള്ളവരൊക്കെ അവിടെ സന്ദർശിക്കണം കേട്ടോ. മലബാറാണ്, മറക്കരുത്. അതല്ല ഞാൻ പറയുന്നുണ്ട്. അപ്പം നെരിപ്പറമ്പിൽ നിന്ന് വരുമ്പോൾ ദേവക്ഷേത്രം കഴിഞ്ഞപാട് അവരെ ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ദേവക്ഷേത്രം. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഇവിടെ ഒന്ന് സന്ദർശിക്കുക. ആ ഭാഗത്തുള്ളവർ അവിടെ സന്ദർശിക്കുക, ഈ ഭാഗത്തുള്ളവർ ഇവിടെ. എല്ലായിടത്തും ലൈവ് ചിപ്സ് ഇല്ലേ? എല്ലായിടത്തും ലൈവ് ചിപ്സ് ഉണ്ട്. അപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും ഇത് വാങ്ങണമെന്നൊക്കെ. ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. നമ്മൾ അകത്തൊന്ന് കയറി നോക്കാം കേട്ടോ. സ്നാക്സുകളാണ് ഇവർ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഹോട്ട് ആൻഡ് ചിപ്സാണ് മെയിനായിട്ട്. അതുപോലെ പൂള ചിപ്സ് റെഡിയാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇവിടെ റെഡിയാക്കും. അതും ലൈവ് തന്നെയാണ്. കൂൾ ബാർ ഇപ്പം ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ ഔട്ടാ. അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളെ കറുത്ത അലുവ, ചുവത്ത അലുവ, പിന്നെന്താണ് സ്പെഷ്യൽ അലുവ, എല്ലതും ഉണ്ട് കേട്ടോ. കോഴിക്കോടൻ അലുവല്ലേ? കോഴിക്കോടൻ അലുവാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കോഴിക്കോട് അലുവാണ് നമ്മൾ കൊടുന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇത് നമ്മൾ കുറച്ച് കേക്കുകളൊക്കെ കാണിക്കാം. ഇത് കേക്ക്, ലഡു, അങ്ങനെ കാര്യങ്ങളൊക്കെ അതാ. അപ്പോൾ എല്ലാവർക്കും വിശ്വസനീയമായ സ്ഥാപനമാണ്. ഇവർ 4 സ്ഥാപനമുണ്ട്. എരമംഗലം, വെളിയങ്കോട് ആൻഡ് തവനൂരല്ലേ? താനൂരാണ്. താനൂര്. അതുപോലെ തന്നെ ഇതവിടെ ചമ്മടൻ ജംഗ്ഷനിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവർ കുറേ കാലമായി, എത്ര 10-20 വർഷമായില്ലേ? 20 വർഷമായി ഇവർ സംരംഭമാണ്. അപ്പോൾ വിശ്വസ ഒരു സ്ഥാപനമാണിത്. അപ്പോൾ എല്ലാവരും സന്ദർശിക്കാതിരിക്കരുത്. ഇനി വെളിയങ്കോട്ടുകാർ അവിടെ നോക്കുക. പൊന്നാനിക്കാർക്ക് വേണ്ടിയിട്ടാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പൊന്നാനിക്കാരെല്ലാവരും വരാതിരിക്കരുത്.
എല്ലാവരും വരണം. ചിപ്സ് ഗൾഫിലേക്ക് പോണവർക്കൊക്കെ അടിപൊളി ചിപ്സ് കേട്ടാ. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ, ബേക്കറി കേക്കുകളും അതുപോലെ ലഡു, അങ്ങനെ ജിലേബി എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ചിപ്സ്, ഹോട്ടൽ ചിപ്സാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മെയിനായിട്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. നമ്മളെ കൂടുതൽ ആൾക്കാർ വരുന്നത് അതിനാണ്. പൂള ചിപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മളെ ഈ സ്ഥാപനം സന്ദർശിക്കണം. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇവിടെ നാഷണൽ ഹൈവേ, ഇവിടെ ഈ ഹൈവേയിൽ ഇതാ ഇപ്പുറത്തും അപ്പുറത്തും 2 കവാടം ഉണ്ട് കേട്ടോ. ഒരു കവാടം മാത്രമല്ല, ഇവിടെ ഇത് പിന്നെ ഇങ്ങനെ ഇവിടെ കുറ്റിപ്പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് അതുപോലെ തന്നെ ജംഗ്ഷനിൽ നിന്ന് വരുന്നതാണ്. ഇതേനെ വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് സാധനം മേടിക്കാവുന്നതാണ്. പൂള ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പൂള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ പൂള ഉണ്ടാവും, റെഡിയാവും. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കൻ അമർത്തുക, ബെൽ ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ കമൻറ്റ്, ലൈക്കൊക്കെ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഓൾവേസ് മുത്തു വ്ളോഗ്. താങ്ക് യു.